അപ്പോഴത്തേക്ക് അന്നത്തെ വൈസ് പ്രസിഡന്റ് അദ്ദേഹത്തിന് ഒരു ആഗ്രഹം തോന്നി. അദ്ദേഹത്തിന്റെ ജീവിതാഭിലാഷമായിട്ട് അദ്ദേഹം ഒരു നേർച്ച മുണ്ടോലി ഭഗവതിയോട് നേർന്നു. ഞാൻ പെൺവേഷം കെട്ടി ഈ പ്രാവശ്യം വിളക്കെടുക്കും, എന്റെ ഉദ്ദിഷ്ട കാര്യം ഭഗവതി സാധിച്ചു തരണം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ മകനും ചേർന്ന് വിളക്കെടുത്തു. അപ്പോൾ അവർ ആ വിളക്കെടുക്കുന്ന അറിഞ്ഞുകൊണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട 3-4 ഭക്തരും വിളക്കെടുക്കുകയും ചെയ്തു. എന്തോ ഒരു അത്ഭുതകരമെന്നോണം ആ വിളക്കെടുത്തപ്പോൾ തന്നെ എടുത്ത വഴിപാട് നേർന്ന ആൾക്ക് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ ഉദ്ദിഷ്ട കാര്യം സാധിക്കുകയും പിറ്റേ വർഷം മുതൽ പലരും അവരുടേതായ ആഗ്രഹങ്ങളും മറ്റു കാര്യങ്ങളും ഒരു വിളക്കെടുക്കാൻ ഭഗവതിക്ക് സ്ത്രീവേഷം കെട്ടി വിളക്കെടുക്കാം എന്ന് പറയുകയും അവർക്കുള്ള ആഗ്രഹ സാഫല്യം ദേവി സാധിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു ശിവപ്രസാദിനിയായിട്ട് ദേവി മാറിക്കഴിഞ്ഞിരിക്കും. കൊറ്റംകുളങ്ങരയിലാണ് ഈ വഴിപാട് നടന്നതെങ്കിലും കൊറ്റംകുളങ്ങര ദേവസ്വത്തിൽ പോലും 25 വിളക്കിൽ കൂടുതലില്ല. കാരണം അത് വാടകയ്ക്കായിട്ട് കടകളിൽ വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഭക്തരുടെ വീട്ടിലാണ്. ഇന്ന് മുണ്ടോലി ദേവിയുടെ ക്ഷേത്ര ഗ്രൗണ്ടിൽ തന്നെ 200ഓളം വിളക്കുകൾ ഉണ്ടായെങ്കിൽ അത് ദേവിയുടെ അത്ഭുത സൃഷ്ടിയല്ലേ. പൊന്നു തമ്പുരാട്ടിക്ക് അടുത്ത പ്രാവശ്യത്തേക്ക് 100 കണക്കിന് വിളക്കുകൾ ഭക്തര് ഇവിടെ വഴിപാട് എഴുതിച്ചു തന്നെ പോയിരിക്കും. ഈ കണ്ടത്തിൽ മാതാവും മുണ്ടോലി ഭഗവതിയും പൂർണ്ണ സന്തോഷവതികളായിരിക്കുന്ന സമയം, ആ സമയത്ത് കുട്ടികളില്ലാത്തവരൊക്കെ തന്നെ വന്ന് നിറപറ സമർപ്പിക്കും. ചെറുപയറും പച്ചരിയും ഒക്കെ കൊണ്ട് നിറപറ സമർപ്പിക്കും. അങ്ങനെ 10, 45, 50 വയസ്സുള്ള പലർക്കും കുട്ടികളില്ലാതിരുന്നവർക്കെല്ലാം തന്നെ അതായത് കുട്ടികൾ ഉണ്ടായ ഒരുപാട് ചരിത്രങ്ങൾ നമ്മുടെ ഈ നാട്ടിലുണ്ട്. പറ ചോദിക്കാൻ ചെന്ന ഞങ്ങളോട് പാടം മുണ്ടോലി ഭാഗത്ത് കിടക്കുമല്ലേ, വിളയിപ്പിച്ച് വേണം എടുത്തോട്ടെ എന്ന് നിരീശ്വരവാദിയായ ഒരു ഭൂസ്വത്തുകാരൻ പറയുകയും ദേവി ആദ്യമായി പറക്കിറക്കുന്ന ദിവസം ഇദ്ദേഹത്തിന്റെ കാറില് ഇദ്ദേഹം കിഴക്കോട്ട് ഹരിപ്പാടിന് പോകുന്ന വഴി ദേവി പോകുന്ന സമയത്ത് ഈ കാറ് ഞങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ഇടിച്ചു മറിയുന്നത്. നമസ്കാരം. കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രത്തെ പറ്റി എല്ലാവർക്കും അറിയാമല്ലോ. അതായത് പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടി ചമയ വിളക്കെടുക്കുന്ന ഒരു വഴിപാട് നടക്കുന്ന ക്ഷേത്രം. അത് ലോകപ്രസിദ്ധമാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിരവധി വീഡിയോകളും കണ്ടിട്ടുണ്ട്. എന്നാൽ കൊറ്റംകുളങ്ങര മാത്രമല്ല ഇത്തരത്തിലൊരു വഴിപാട് ഇപ്പൊ നടക്കുന്നത്. മറ്റൊരു ക്ഷേത്രത്തിലും തുടങ്ങിക്കഴിഞ്ഞു. അതിന് പിന്നിലൊരു കഥയുണ്ട്, ഒരു അത്ഭുത സംഭവമുണ്ട്. ഒരു ഭക്തൻ കൊറ്റംകുളങ്ങര ദേവിക്ക് മുന്നിൽ ഇത്തരത്തിൽ വഴിപാട് ചെയ്യുന്നത് കണ്ട് തന്റെ ഗ്രാമദേവതയെ മനസ്സിൽ കണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു. കൊറ്റംകുളങ്ങര ദേവിക്ക് മുന്നിൽ എത്തുന്നത് പോലെ താൻ സ്ത്രീവേഷമണിഞ്ഞ് ദേവിക്ക് മുന്നിൽ, അമ്മയ്ക്ക് മുന്നിൽ, ഭക്തജനങ്ങളുടെ പൊന്നുതമ്പുരാട്ടിക്ക് മുന്നിൽ ചമയ വിളക്കെടുത്തേക്കാം, തന്റെ ഒരു ആഗ്രഹം സാധിച്ചു തരണം. തന്റെ മകൻ ഒരു കുഞ്ഞുണ്ടാവണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. ആലപ്പുഴ ജില്ലയിലെ കുമാരപുരം പഞ്ചായത്തിലെ മുണ്ടോലി ദേവീക്ഷേത്രത്തിലെ അത്ഭുത സംഭവത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത്. ഈ ഭക്തന്റെ ഇത്തരത്തിലുള്ള വഴിപാട് അറിഞ്ഞിട്ട് നാട്ടുകാർ ഒന്നടങ്കം ഞെട്ടി. കാരണം ഇന്നു വരെ ആ ഒരു ക്ഷേത്രത്തിൽ ഇത്തരത്തിലൊരു വഴിപാടേ നടന്നിട്ടില്ല. കേരളത്തിൽ കൊറ്റംകുളങ്ങരയല്ലാതെ ബാക്കി ഒരു ക്ഷേത്രത്തിലും ഇത്തരത്തിലൊരു വഴിപാട് നടന്നിട്ടില്ല. എന്തായാലും ഭക്തൻ തന്റെ ആഗ്രഹത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ലായിരുന്നു. അദ്ദേഹം മുണ്ടോലി ദേവിക്ക് മുന്നിൽ സ്ത്രീവേഷമണിഞ്ഞ് ചമയ വിളക്കെടുത്തു. അത്ഭുതം എന്ന് പറയട്ടെ, അദ്ദേഹത്തിന്റെ ആഗ്രഹം ഉടൻ തന്നെ സാധിക്കുന്ന കാഴ്ചയാണ് പിന്നീട് ഉണ്ടായത്. ഇത് നാട്ടിൽ പ്രചരിക്കുകയും പിന്നീട് ഓരോ വർഷം കൂടുന്തോറും ഈ ചമയ വിളക്കെടുക്കാൻ ഭക്തരുടെ എണ്ണവും വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ടോ അറിയില്ല, അവിടുത്തെ ദുർഗയ്ക്ക് ഈ ഒരു വഴിപാട് ഇഷ്ടപ്പെട്ടു അത്രേ. എന്തായാലും കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ ഒരു ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ വഴിപാട് നടന്നു വരികയാണ്. ഇവിടുത്തെ ദേവിയെ പറ്റി പറയുകയാണെങ്കിൽ, അതായത് ഭക്തജനങ്ങളുടെ പൊന്നു തമ്പുരാട്ടിയെ പറ്റി പറയുകയാണെങ്കിൽ, അത്ഭുത പ്രവർത്തികൾ ചെയ്യുന്ന ഒരു ദേവത എന്ന് വേണം പറയാൻ. അതായത് ഭക്തജനങ്ങൾ കണ്ണീരോടെ ഒരു കാര്യം വന്ന് അവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ആ ഒരു ആഗ്രഹം അമ്മ സാധിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ അനുഭവസ്ഥർ പറയുന്നതിൽ നിന്ന് നമുക്കറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമാണ് മുണ്ടോലി ക്ഷേത്രത്തിലെ ദുർഗാദേവി. അതായത് ആത്മാർത്ഥതയുടെ മനം നൊന്ത് പ്രാർത്ഥിച്ചാൽ ഭക്തരുടെ ആഗ്രഹം അമ്മ സാധിച്ചു കൊടുക്കും. എന്നാൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്ത തരത്തിൽ ആരെങ്കിലും പ്രവർത്തിച്ചാൽ അത് വലിയ ദോഷത്തിനിടയാകും എന്നും പറയുന്നുണ്ട്. എന്തായാലും ആ ഒരു ക്ഷേത്രത്തിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ആ ഒരു ക്ഷേത്രത്തിലെ ഭാരവാഹികൾ ഐതിഹ്യത്തെക്കുറിച്ചും അവിടുത്തെ അമ്മയുടെ അനുഗ്രഹത്തെക്കുറിച്ചും ഒക്കെ നമ്മളോട് സംസാരിക്കും. അപ്പോൾ നമുക്കതൊന്ന് കേട്ടിട്ട് വരാം. എൻ്റെ പേര് ശശികുമാർ. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കാർത്തിപ്പള്ളി താലൂക്കില് കുമാരപുരം പഞ്ചായത്തിലെ അതിപുരാതനമായ മുണ്ടോലി ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലാണ്. മുണ്ടോലി ശ്രീ ദുർഗാദേവി ക്ഷേത്രം എന്ന് പറയുമ്പോൾ വളരെ പുരാതനമായ ക്ഷേത്രമായിരുന്നു എങ്കിലും ഇന്ന് ഈ രീതിയിൽ പ്രശസ്തമായിട്ട് ഏകദേശം 30 വർഷത്തോളം ആയിട്ടുള്ളൂ. പണ്ടിത് കോയിക്കലത്ത് കുടുംബത്തിന്റെ
ഉടമസ്ഥാവകാശത്തിൽ ഉള്ള ക്ഷേത്രമായിരുന്നു. 1978 GP മംഗലത്ത് മഠം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് ഈ ക്ഷേത്രം അന്നത്തെ കോയിക്കലേത്ത് കുടുംബാവകാശികളായ കോയിക്കലേത്ത് മാധപിള്ളയും മുണ്ടോലി ഗോവിന്ദപിള്ളയും ചേർന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഒരു 5 വർഷത്തേക്ക് ഈ ക്ഷേത്രം ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലേക്ക് കൊടുത്തത്. പിന്നീട് 5 വർഷങ്ങൾക്ക് ശേഷം ദേവസ്വം ബോർഡിന്റെ പൂർണ്ണമായ അധീനതയിൽ ആവുകയും ഇന്ന് ഈ കാണുന്ന നിലകളിൽ ഈ ക്ഷേത്രമെത്താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ക്ഷേത്രത്തിലെ ചുറ്റുപാടുമുള്ള ഭക്തജനങ്ങളും ഇതിന്റെ പൂർവ്വാവകാശികളായ കോയിക്കലേത്ത് കുടുംബാംഗങ്ങളും ഒക്കെ തന്നെ കൂട്ടായി പ്രവർത്തിച്ചതിന്റെ ഫലമാണ്. അതായത് 1978 അഷ്ടമംഗല ദേവപ്രശ്ന വിധി പ്രകാരം ക്ഷേത്രത്തെ പുനരുദ്ധാരണം നടത്തുകയും ഇതിനു മുമ്പുള്ള ഒരു ആലയം ഇവിടെ നിർമ്മിക്കുകയും ചെയ്തു. അതിനു മുമ്പ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആരാധനാമൂർത്തി ഭുവനേശ്വരി ദേവിയായിരുന്നു. എന്നാൽ അഷ്ടമംഗല തലയോലപ്പറമ്പ് വേണം സാറിന്റെ നേതൃത്വത്തിൽ അന്ന് ക്ഷേത്രത്തിന് ചുറ്റുപാടുള്ള ഭക്തരും കോയിക്കലേത്ത് കുടുംബാംഗങ്ങളും അന്നത്തെ ഇവിടുത്തെ ഏറ്റവും ക്ഷേത്ര കാര്യങ്ങൾ ഈ നാട്ടിലെ ഒരു പ്രമാണിയായിരുന്ന നമ്മളുടെ തറയിൽ ചെല്ലപ്പിള്ളை അടങ്ങുന്ന ഒരു സംഘം മേനോൻ സാറിനെ കൊണ്ട് ദേവപ്രശ്നം നടത്തുകയും അഷ്ടമംഗല ദേവപ്രശ്ന വിധി പ്രകാരം ഇവിടെ ദുർഗാദേവിക്ക് പ്രാധാന്യം ഉണ്ടാവുകയും ഭുവനേശ്വരി ദേവി എന്ന് പറയുന്ന സങ്കല്പത്തെ ആവാഹി ചോദിച്ചു മാറ്റി ദുർഗാദേവിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഇവിടെ ഉപദേവന്മാരായിട്ട് ദേവിയോടൊപ്പം അംഗഗണപതിയും ശാസ്താവും രക്ഷസും യക്ഷിയമ്മയും സുന്ദരയക്ഷിയും ദേവമൂർത്തിയും ഭദ്രകാളി സങ്കല്പത്തിലുള്ള വടക്കോത്ത് ദർശനമായിട്ടുള്ള മുഹൂർത്തിയും ദേവിയുടെ ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിക്ക് തന്നെ കാരണഭൂതയായ കണ്ടത്തിലമ്മയും അതുപോലെ തന്നെ കുടുംബത്തിലെ അന്നത്തെ കാലത്ത് രാജഭരണകാലത്ത് സ്വയം അടവെട്ടി മരിച്ച അറുകുല വല്യച്ഛനും അടങ്ങുന്ന ഉപദേവാലയങ്ങളാണ് ക്ഷേത്രത്തിൽ ഉള്ളത്. കൂടാതെ സർപ്പദൈവങ്ങളുടെ പ്രതിഷ്ഠ പണ്ടത്തെ കാലത്ത് ക്ഷേത്രത്തിൽ കിഴക്കോട്ട് ദർശനമായ ക്ഷേത്രത്തില് ഇപ്പോൾ ക്ഷേത്രത്തിൽ നിൽക്കുന്ന കുളത്തിന്റെ ഭാഗത്തായിരുന്നു അന്ന് സർപ്പദൈവങ്ങളുടെ ആലയം. അഷ്ടമംഗല ദേവപ്രശ്ന വിധി പ്രകാരം തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്കായിട്ട് സർപ്പദൈവങ്ങളെ മാറ്റുകയും ചെയ്തിട്ടുള്ളതാകുന്നു. അതിഘോരമായ വനമായിരുന്നു ഈ ക്ഷേത്രം എന്ന് പറയുന്നത്. അതായത് വയൽപ്പറപ്പുകൾക്ക് മധ്യ കാനന്ദച്ചായില് വളരെ ഐശ്വര്യപ്രധാനിയായിട്ട് വാണരുളുന്ന ശ്രീ ഭഗവതിയാണ് മുണ്ടോലി ശ്രീ ദുർഗാദേവി എന്ന് പറയുന്നത്. പണ്ടത്തെ കാലത്തൊക്കെ പറയുമ്പോൾ മുണ്ടോലി ക്ഷേത്രത്തിന്റെ പരിസരത്ത് കൂടി ഭക്തജനങ്ങൾക്ക് നടക്കുവാൻ പോലും ഭയമുള്ള ഒരു കാലമായിരുന്നു. കാരണം ഘോരവനമായിരുന്നു ഈ ക്ഷേത്രം എന്ന് പറയുന്നത്. മാടനും മറുതയും അങ്ങനെയുള്ള സങ്കല്പങ്ങളിൽ രക്ഷയും ഒക്കെ തന്നെ ഒരുപാട് ദുരനുഭവങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്തായിട്ട് തന്നെ ഇപ്പോൾ അറുകുല വല്യച്ഛൻ നിൽക്കുന്ന ഭാഗത്ത് തന്നെ ഹൃദയസ്തംഭനം പോലെ തന്നെ അന്ന് മാടനടിച്ചു മരണപ്പെട്ടു എന്നൊക്കെ പറയുന്നു. അപ്പൊ ആ സങ്കല്പത്തിൽ അന്ന് 2 3 പേര് ഈ ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള വയലിൽ മരണപ്പെട്ടതായും നമ്മളുടെ അനുഭവങ്ങളിൽ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഈ ക്ഷേത്രത്തില് ഇതിന്റെ നിലനിൽപ്പ് തന്നെ നമുക്ക് ഉണ്ടായത് അതായത് അന്ന് ശ്രീപത്മനാഭന്റെ മുറജപ കാലത്താണ്. അന്ന് മുറജപ കാലത്ത് രാജഭരണകാലത്ത് തിരുമേനിമാര് ഈ ശ്രീപത്മനാഭന്റെ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ കാൽനടയായി വരുന്ന കാലഘട്ടത്തില് ഈ ബ്രാഹ്മണ മഠങ്ങളിലും രാജകൊട്ടാരങ്ങളിലുമാണ് ഭക്ഷണം കഴിക്കുന്നതിനും വിശ്രമിക്കുന്നതിനും ഒക്കെ പോകരുത്. പക്ഷെ എന്നിരുന്നാലും എല്ലാ പ്രദേശങ്ങളിലും ബ്രാഹ്മണ മഠത്തിനോ രാജഭരണത്തിനോ ഈ വ്രജപത്തിന് പോകുന്ന ബ്രാഹ്മണത്തിന് വേണ്ടുന്ന സൗകര്യങ്ങൾ കൊടുക്കുവാനുള്ള ഒരു സാഹചര്യമോ ഭൂസ്വത്തുകളോ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് അന്നത്തെ കാലത്ത് ഈ വ്രജപത്തിന് വരുന്നവർക്ക് കയറി ഇരിക്കുന്നതിനും അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനുമായിട്ട് അന്നത്തെ രാജഭരണകാലത്തെ കോയിക്കലേത്ത് കുടുംബത്തിന് കാർത്തിപ്പള്ളി രാജാവിന്റെ കീഴിലുള്ള കോയിക്കലേത്ത് കുടുംബത്തിന് ശരീരിപ്പ് എന്ന് പറയുന്ന സമ്പ്രദായം കൊടുത്തു. കാരണം സവർണ കുലർക്ക് കയറി ഇരിക്കാനും ഭക്ഷണം കഴിക്കാനുമുള്ള ഒരു വീടായിട്ട് ഈ കോയിക്കലേത്ത് കുടുംബത്തിനെ മാറ്റുകയും അങ്ങനെ കോയിക്കലേത്ത് കുടുംബത്തില് ഈ രാജഭരണകാലത്ത് ബ്രാഹ്മണ ക്ഷേത്രീയർക്കും ഒക്കെ തന്നെ പ്രവേശിക്കുകയും ഊണ് കഴിക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അപ്പൊ ആ ക്ഷേത്രം ആയുധമായി ബന്ധപ്പെട്ട് ഈ കോയിക്കലേത്ത് തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു അമ്മയായിരുന്നു ഇപ്പോൾ മൂലസ്ഥാനത്ത് കാണുന്ന കണ്ടത്തിലമ്മ എന്ന് പറയുന്ന വടക്കോട്ട് ദർശനമായിരിക്കുന്ന അതായത് ഭദ്രകാളി സങ്കല്പത്തിലുള്ള കണ്ടത്തിലമ്മ എന്ന് പറയുന്നത്. അപ്പൊ ആ അമ്മയും ഈ പേരണ്ടൂർ എറണാകുളം പേരണ്ടൂർ കൊട്ടാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തമ്പുരാനും തമ്മിലുള്ള ബന്ധമാണ് ക്ഷേത്ര ഉൽപ്പത്തിക്ക് തന്നെ കാരണം ഈ മൃതവ കാലത്ത് കോയിക്കലേത്തന്റെ ഒരു കൊച്ചു പെൺകുട്ടിയായിരുന്ന ഇപ്പോൾ കണ്ടത്തിൽ മാറാമെന്ന് പറയപ്പെടുന്ന ആ പെൺകുട്ടിയുമായി അദ്ദേഹം ഈ ഭക്ഷണം
കഴിക്കുക കണ്ടുമുട്ടുന്ന ആ രീതിയിൽ വ്രതവും കഴിഞ്ഞ് വരുമ്പോൾ ചെറുപ്പക്കാരായ ഒരു സംഘം മുന്നേ വരികയും തിരിച്ചു വരുന്ന സമയത്ത് 2 ദിവസം അവിടെ തങ്ങി ഈ പെൺകുട്ടിയായി മുന്നോട്ട് പോവുകയും ചെയ്ത ഒരു യാത്ര തിരിച്ച് എറണാകുളം പേരണ്ടൂർക്ക് പോവുകയും ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. മുതിർന്നവരും ഈ പെൺകുട്ടിയെ കൊണ്ടുപോയ ഈ ക്ഷത്രിയ രാജകുമാരന്റെ പിതാവ് പിന്നീട് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ തന്റെ ഇല്ലത്ത് ചെല്ലുകയും ഈ പെൺകുട്ടിയെ ഇവിടെ കൊണ്ടുവരികയും ചെയ്ത സാഹചര്യത്തിൽ അന്നത്തെ കാലത്ത് നായർ സമുദായത്തിൽപ്പെട്ടവർക്കൊന്നും, അതായത് ക്ഷേത്ര ഇത് വെച്ചിട്ട് രാജകൊട്ടാരത്തിൽ താമസിക്കുവാനുള്ള ഒരു അവകാശങ്ങളോ സാധ്യതയില്ലായിരുന്ന സാഹചര്യമായിരുന്നു. അപ്പോൾ തന്നെ ഇവരെ പടിയടച്ച് പിണ്ണം വെക്കുകയും അവിടെ നിന്നും ഈ തമ്പുരാനും ഈ സ്ത്രീയും നേരെ അവരുടെ സ്ത്രീയുടെ കുടുംബം നാടായ കാർത്തികപ്പള്ളിയിലെ പള്ളിപ്പാട് ദേശത്തെത്തുകയും അങ്ങനെ പള്ളിപ്പാട് ദേശത്തെത്തിയ ഈ പെൺകുട്ടിയെയും ഈ പെൺകുട്ടിയെ കൊണ്ടുപോയ ഈ ക്ഷത്രിയ രാജകുമാരനെയും അവരുടെ ഭൂസ്വത്തുക്കളായ ഈ കാർത്തികപ്പള്ളി ദേശത്തുള്ള ഈ അനന്തപുരം ദേശത്തുള്ള ഈ കുമാരപുരത്തിന്റെ മംഗലത്ത് മഠമെന്ന് എന്തറിയപ്പെടുന്ന ആ മഠത്തില് ഇപ്പൊ കാണുന്ന ക്ഷേത്രത്തിന് വടക്കത്തുള്ള മഠത്തിൽ താമസിപ്പിക്കുകയും അവിടെ അവര് താമസിച്ചു വരികയും അദ്ദേഹത്തിന്റെ ആ ബ്രാഹ്മണന്റെ ഉപാസനാമൂർത്തിയായിട്ട് പേരണ്ടൂർ ക്ഷേത്രത്തിൽ പോയിരുന്ന ചന്ദ്രമുട്ടിയിൽ കാണുന്നതിന് മുമ്പുള്ള ഭുവനേശ്വരി ദേവിയെ ആവാഹിച്ചു കൊണ്ടുവന്ന് പ്രതിഷ്ഠ നടത്തുകയും ചെയ്തിട്ടുള്ളതാകുന്നു. അന്ന് ഈ കോയിക്കരത്ത് ഉടമസ്ഥതയിലുള്ള ഈ പ്രദേശത്ത് ഈ ഇപ്പം നിലനിൽക്കുന്ന ക്ഷേത്രത്തിന്റെ 4 വശവും ഈ പ്രദേശങ്ങളൊക്കെ ഘോരമരമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഈ വനത്തിന്റെ നടുവില് ഒരു ചെറിയ ആലയം ഉണ്ടാക്കി. അതായത് പണ്ടത്തെ കാലത്ത് ഇന്ന് ഈ ഓടും കോൺക്രീറ്റുമുള്ള കാലഘട്ടമല്ല, അന്ന് ഓലയുള്ള കാലഘട്ടമാണ്. അന്ന് ചുറ്റുവക്കത്തുള്ള വീടുകളിലൊക്കെ തന്നെ എന്താണ് ഈ വീട് വലിയ തറവാടുകളിലെല്ലാം വീട് മേയുന്ന സമയത്ത് ചെറിയ മുണ്ടോല കൊണ്ട് ഈ ചന്ദ്രമുട്ടിയിൽ ആവാഹിച്ച ബിംബത്തിന് ഒരു ആലയം ഉണ്ടാക്കി പ്രതിഷ്ഠിച്ചു. അങ്ങനെ മുണ്ടോല കൊണ്ടുണ്ടാക്കിയ ആ ക്ഷേത്രം മുണ്ടോല ക്ഷേത്രം എന്നാവുകയും പിന്നീട് അത് മുണ്ടോലി ക്ഷേത്രമാവുകയും ചെയ്തതായിട്ടാണ് നമ്മളുടെ ക്ഷേത്രത്തിലെ ഉൽപ്പത്തിയിൽ പറയപ്പെടുന്നത്. ഈ ദേവിയുടെ ഈ പ്രതിഷ്ഠയ്ക്ക് ശേഷം തന്നെ ഇവിടെ 80-90 വയസ്സ് 100 വയസ്സൊക്കെ ഉള്ളവർക്കറിയാം ദേവി തന്നെ ഒരു ഉത്സവം നടത്തുന്ന കാലമുണ്ടായിരുന്നു. മുണ്ടോലി ക്ഷേത്രത്തിന്റെ കിഴക്ക് വശത്ത് ദേവി അതായത് തീവെട്ടിയും വാദ്യമേളങ്ങളോട് പോകുന്ന ആയിട്ടുള്ള ഒരു ഭയങ്കര ഐതിഹ്യങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് ഇന്ന്. ഇവിടെ നമ്മുടെ ഈ ക്ഷേത്രവുമായിട്ട് പരിസരപ്പെട്ട് ഒത്തിരി ചെറിയ ക്ഷേത്രങ്ങളുണ്ട്. എന്നാലും ഓരോ പ്രദേശത്തും ഇന്നും ദേവി പോകുന്ന വഴിയില് ഇന്നും ആ ഒരു ആചാരം നിലനിൽക്കുകയാണ്. മുണ്ടോലി ദേവി പോകുന്ന വഴിയാണ്. കാരണം രാത്രി കാലങ്ങളിൽ ഇന്നും ആ ഭാഗത്തൂടൊന്നും സഞ്ചരിക്കത്തില്ല. ദേവി 4 ദിക്കിലേക്കും അർദ്ധരാത്രിയില് ദേവി ഉത്സവാദി ചടങ്ങുകളുമായി നടന്ന് സഞ്ചരിക്കുന്ന വളരെ ഐശ്വര്യപ്രദായിനിയായ ഒരു തമ്പുരാട്ടിയായിരുന്നു മുണ്ടോലി ശ്രീ ദുർഗാദേവി എന്നുള്ളത് ഓരോരുത്തരുടെ അനുഭവങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാക്കി അറിയാൻ കഴിയും. മുണ്ടോലി ശ്രീ ദുർഗാദേവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടെന്ന് പറയുന്നത് കാർഷിക സംസ്കാരത്തിൽ ഊന്നിക്കൊണ്ടുള്ള മൂടയിരുട്ട് വഴിപാടാണ്. നമ്മുടെ ഈ ദേശത്ത് ആർക്കെങ്കിലും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, പരി, വെമ്മിട്ടം അങ്ങനെയുള്ള എന്ത് അസുഖം വന്നാലും മുണ്ടോലി ഭഗവതിക്ക് മൂട ഉരുട്ടിക്കഴിഞ്ഞാൽ ആ അസുഖം മാറുന്ന അത്ഭുതകരമായ ഒരു കഥ ഇന്ന് ഇവിടെ നിൽക്കുകയാണ്. കാരണം കാർഷിക സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ ദേശത്ത് ആര് വിളവെടുത്താലും അത് കൊയ്ത് മെതിച്ച ഒരു കറ്റ നെല്ല് അതായത് നമ്മുടെ ഇപ്പൊ ഗോളാകൃതിയിൽ ഉണ്ടാക്കി ഭഗവതിയുടെ തിരുമുമ്പിൽ കൊണ്ടുവന്ന് 3 പ്രാവശ്യം ഉരുട്ടി ഭഗവതിക്ക് കൊടുക്കുന്ന ഒരു സങ്കല്പമാണ്. ആ നെല്ല് അന്നത്തെ കാലത്ത് അത് ഉരുളിട്ടിടിച്ച് നിവേദ്യമാക്കി ഭഗവതിക്ക് നേതിച്ചു കൊടുക്കുകയും ബാക്കിയുള്ള ഈ പ്രദേശത്തുള്ളവർക്ക് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരു ഭഗവതിയാണ് നമ്മുടെ ശ്രീ ദുർഗാദേവി എന്ന് പറയുന്നത്. ഇവിടെ ഈ അഷ്ടമംഗല ദേവപ്രശ്ന വിധി പ്രകാരം 5 വർഷത്തിന് മുമ്പ് വരെയും ഇവിടെ മീനമാസത്തിലെ അശ്വതി, ഭരണി, കാർത്തിക എന്നീ 3 ഉത്സവങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അഷ്ടമംഗല ദേവപ്രശ്ന വിധി പ്രകാരം പൊന്നു തമ്പുരാട്ടിക്ക് കൊടിയേറി ഉത്സവം വേണമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ കൊടിയേറി ഉത്സവത്തിന്റെ തീരുമാനപ്രകാരം 2000 അതായത് 5 വർഷത്തിന് മുമ്പ് നമ്മൾ കൊടിമരം ഉൾപ്പെടെയുള്ള പൂർത്തീകരിച്ചുകൊണ്ട് ഇവിടെ കൊടിമര പ്രതിഷ്ഠ നടത്തുകയും അതുപോലെ തന്നെ നമ്മളുടെ പരിവാര പ്രതിഷ്ഠ നടത്തുകയും ബലിക്കൽ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. അങ്ങനെ തന്ത്രമുഖ്യന്റെ സാന്നിധ്യത്തില് 5 വർഷത്തിന് മുമ്പ് ആദ്യമായി കൊടിയേറ്റുത്സവം ഇവിടെ സമാരംഭിക്കുന്നു. കൊടിയേറ്റുത്സവവുമായിട്ട് ബന്ധപ്പെട്ട് ദേവിക്ക് ഇഷ്ടമുള്ള ഒരു ആചാരം കണ്ടെത്താനായിട്ട് ദൈവജ്ഞൻ ആരാഞ്ഞപ്പോൾ നമുക്കത് ഒരു ചമയവിളക്ക്, ഇവിടെ അടുത്തുള്ള ദുർഗാദേവി ക്ഷേത്രം പ്രധാനപ്പെട്ടത് പാണ്ഡവകാവ് ദേവീക്ഷേത്രമാണ്. പാണ്ഡവകാവ് ദേവീക്ഷേത്രത്തില് ചമയവിളക്ക് എടുക്കുന്നത് വളരെ ശ്രേഷ്ഠകരമായതുകൊണ്ട് നമ്മുടെ ദേവിക്കും ഒരു ദിവസം എല്ലാ സ്ത്രീകളും നമ്മുടെ പ്രദേശത്തുള്ളവർ ചമയവിളക്ക് എടുക്കണം എന്ന് തീരുമാനിക്കുകയും അങ്ങനെ ചമയവിളക്ക് എടുക്കാൻ നമ്മൾ
തീരുമാനിച്ചു. അങ്ങനെ ചമയവിളക്ക് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉത്സവത്തിന് നോട്ടീസ് അടിക്കുകയും ഒരു ദിവസം നമ്മൾ പ്രോഗ്രാമിൽ ചമയവിളക്ക് വെക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ പാണ്ഡ്രകാവ് ദേവസ്വമായിട്ട് ബന്ധപ്പെട്ട് ഇതും ദേവസ്വം ബോർഡ് അമ്പലമായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് വെക്കുമ്പോൾ ദേവസ്വം ബോർഡിന്റെ പരിധിയിൽ ചമയവിളക്കില്ല. അപ്പൊ അത് ഓരോ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾ അവരുടെ ചമയവിളക്ക് ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് അവിടെ സമർപ്പിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു സംവിധാനം ഇല്ല എന്നറിഞ്ഞു. ഉടൻ തന്നെ കൊറ്റംകുളങ്ങര എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തില് ഈ ചമയവിളക്ക് കിട്ടും എന്നുള്ളത് അറിയിക്കുകയും അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഒരു ഓട്ടോയില് ചവറയിലെ കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രത്തിൽ എത്തുകയും ചെയ്തു. അവിടെ ആ ക്ഷേത്രത്തിൽ തൊട്ട് വടക്ക് വശത്തുള്ള ഒരു ഈ വിളക്ക് കൊടുക്കുന്ന ഒരു സ്ഥലത്ത് അവരെ പോയി കാണുകയും ഈ വിളക്കുമായിട്ട് ബന്ധപ്പെട്ട ആ ക്ഷേത്രത്തിലെ ഐതിഹ്യങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ ഈ വിളക്കുകൾ ഞങ്ങൾ ആദ്യമായിട്ട് പാണ്ഡ്രരാജനെ പിടിച്ചു കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് ഞാനും അന്നത്തെ ഉപദേശ സമിതിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ചന്ദ്രനും വേറെ നമ്മളുടെ ഇവിടുത്തെ ക്ഷേത്രവാദ്യക്കാരൻ വേണു, ഞങ്ങൾ 3 പേരും കൂടിയാണ് ഈ വിളക്കെടുക്കുന്നതിനായിട്ട് ഞങ്ങൾ ഈ ചവറയിൽ പോയത്. വിളക്കെടുത്തപ്പോഴത്തേക്ക് അന്നത്തെ വൈസ് പ്രസിഡന്റ് അദ്ദേഹത്തിന് ഒരു ആഗ്രഹം തോന്നി. അദ്ദേഹത്തിന്റെ ജീവിതാഭിലാഷമായിട്ട് അദ്ദേഹം ഒരു നേർച്ച മുണ്ടോലി ഭഗവതിയോട് നേർന്നു. നമുക്ക് ഞാൻ പെൺവേഷം കെട്ടി ഈ പ്രാവശ്യം വിളക്കെടുക്കും, എന്റെ ഉദ്ദിഷ്ട കാര്യം ഭഗവതി സാധിച്ചു തരണം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ മകനും ചേർന്ന് വിളക്കെടുത്തു. അപ്പോൾ അവർ ആ വിളക്കെടുക്കുന്ന അറിഞ്ഞുകൊണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട 3-4 ഭക്തരും വിളക്കെടുക്കുകയും ചെയ്തു. എന്തോ ഒരു അത്ഭുതകരം എന്നോണം ആ വിളക്കെടുത്തപ്പോൾ തന്നെ ആ വഴിപാട് നേർന്ന ആൾക്ക് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ ഉദ്ദിഷ്ട കാര്യം സാധിക്കുകയും പിറ്റേ വർഷം മുതൽ പലരും അവരുടേതായ ആഗ്രഹങ്ങളും മറ്റു കാര്യങ്ങളും ഒരു വിളക്കെടുക്കാൻ ഭഗവതിക്ക് സ്ത്രീവേഷം കെട്ടി വിളക്കെടുക്കാം എന്ന് പറയുകയും അവർക്കുള്ള ആഗ്രഹ സാഫല്യം ദേവി സാധിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു ശില്പപ്രസാദിനിയായിട്ട് ദേവി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഞാനും ഏതാണ്ട് ഇപ്പം 3 വർഷത്തോളം അടുപ്പിച്ച് വിളക്കെടുക്കുകയും ചെയ്തു. ഈ പ്രാവശ്യം ഞാൻ വിളക്കെടുക്കേണ്ടതായിരുന്നു. എന്റെ ചേട്ടന് ഒരു ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ആ വിളക്കെടുക്കാറ് പോയത്. ഞാൻ പറഞ്ഞത് ആ വിളക്ക് കൊറ്റംകുളങ്ങരയിൽ മാത്രമായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കഴിഞ്ഞ 5 വർഷക്കാലമായി മുണ്ടോലിൽ ഭഗവതിക്കും ആ കൊറ്റംകുളങ്ങര അമ്മയുടെയും മുണ്ടോലി ശ്രീ ഭഗവതിയുടെയും കൂടിച്ചേരലും ആ വിളക്ക് എടുക്കലും മൂലം ആ അനുഗ്രഹം ഇവിടുത്തെ നാട്ടുകാർക്കും ഉണ്ടായതായി ഇവിടുത്തെ മുഴുവൻ ഭക്തർക്കും മനസ്സിലാവുകയും ചെയ്തു. ഇന്ന് വളരെ ശ്രേഷ്ഠകരമായി ഈ ആചാരം ഈ 5 വർഷമായി ഈ ക്ഷേത്രത്തിലും ഈ ചമയവിളക്ക് സ്ത്രീവേഷം കെട്ടി പുരുഷന്മാരെടുക്കുന്നത് വളരെ ആചാരമായി. ഇപ്രാവശ്യം ചെന്നൈയിൽ നിന്നുമുള്ളവർ ഭക്തർ വരെ വന്ന് ആ വിളക്കെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കൊല്ലം, ആലപ്പുഴ, എറണാകുളം, ചെന്നൈ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലും ക്ഷേത്ര പരിസരത്തുള്ളവരൊക്കെ തന്നെ ക്ഷേത്രത്തിന്റെ വിവിധ പ്രദേശങ്ങളിലുള്ളവരൊക്കെ തന്നെ ഈ ചമയവിളക്കെടുക്കുന്ന ഒരു സംവിധാനം ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കുന്നു. അത് നമ്മുടെ ദേവിയുടെ അനുഗ്രഹമാണ്. അതിന് യാതൊരുവിധ സംശയം ഇല്ല എന്ന് തന്നെ എനിക്ക് പറയാൻ സാധിക്കും. ഈ ചമയവിളക്ക് ഈ ക്ഷേത്രത്തിൽ ഇങ്ങനെ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കേരളത്തിലെ കൊറ്റംകുളങ്ങര മാത്രമേ ഉള്ളൂ, ഇതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിനെയൊക്കെ എതിർക്കുന്ന ഒരു വിഭാഗമുണ്ട്, അനുകൂലിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അങ്ങനെ പൊന്നു തമ്പുരാട്ടി ഈ ചമയവിളക്ക് അടക്കാൻ മടിയൊരു ഒരാൾ ദേവിക്ക് ഒരു ചമയവിളക്ക് ഇവിടെ കൊണ്ടുവന്ന് വഴിപാടായി സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയുടെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട വിളക്ക് ചമയവിളക്കാണെന്ന് അറിയുകയും ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, അതായത് ഞങ്ങൾ 50 വിളക്ക് ആദ്യത്തെ കാലത്ത് 25,000 രൂപയ്ക്കാണ് 6 ദിവസത്തേക്ക് ഒരു ദിവസം ഒരു വിളക്കിന് 50 രൂപ വെച്ച് എടുത്തതെങ്കിൽ ഇന്ന് നമ്മൾ ഈ ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്തിരിക്കുന്നു ഏതാണ്ട് 200-ൽ പരം വിളക്കുകൾ ദേവിക്ക് ഇവിടെ ഭക്തർ സമർപ്പിക്കുകയുണ്ടായി. ആ ഒരു വിളക്കിന് ഏതാണ്ട് 2,500-3,000 രൂപയ്ക്ക് പിടി കിട്ടുമെന്ന് വരും. ഞാൻ പറഞ്ഞത് ഒരു അമ്പലത്തിലും ഇത്രയും വിളക്കുന്നില്ല. ഈ ഉദ്ദേശം കൊറ്റംകുളങ്ങരയിലാണ് ഈ വഴിപാട് നടന്നതെങ്കിലും കൊറ്റംകുളങ്ങര ദേവസ്വത്തിൽ പോലും 25 വിളക്കിൽ കൂടുതലില്ല. കാരണം അത് വാടകയ്ക്കായിട്ട് കടകളിൽ വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഭക്തരുടെ വീട്ടിലാണ്. ഇന്ന് മുണ്ടോലി ദേവിയുടെ ക്ഷേത്ര ഗ്രൗണ്ടിൽ തന്നെ അതായത് 200ഓളം വിളക്കുകൾ ഉണ്ടായെങ്കിൽ അത് ദേവിയുടെ അത്ഭുത സൃഷ്ടിയല്ലേ. പൊന്നു തമ്പുരാട്ടിക്ക് അടുത്ത പ്രാവശ്യത്തേക്ക് 100 കണക്കിന് വിളക്കുകൾ ഭക്തര് ഇവിടെ വഴിപാട് എഴുതിച്ചു തന്നെ പോയിരിക്കുന്നു. അത് ഇവിടുത്തെ ഒരു പ്രധാന ദേവിയുടെ ആചാരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിന് യാതൊരുവിധ സംശയവുമില്ല. ഇന്ന് ഈ ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയായിട്ടിരിക്കുന്നത് ഈ മൂലസ്ഥാനമായ കണ്ടത്തിലമ്മയും ഇവിടുത്തെ രക്ഷസായ നമ്മളുടെ ഇവിടുത്തെ മുൻ ബ്രഹ്മരക്ഷസും ആയ നമ്മുടെ ആ ബ്രാഹ്മണനുമാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ മഠത്തിൽ, ക്ഷേത്രത്തിന് തൊട്ടുവടക്കത്തുള്ള മഠത്തില് ഇദ്ദേഹം മുറജപം കഴിഞ്ഞ് വരുന്ന ഒരു സമയത്ത് ഇദ്ദേഹത്തിന് കുട്ടികളില്ലാത്ത 12-13 വർഷമായി ഇദ്ദേഹം ഈ കണ്ടത്തിൽ മാതാവിനെ വിവാഹം കഴിച്ചതിന് ശേഷം മക്കളില്ലാതിരുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പൊ മക്കളില്ലാതിരുന്ന ആ കാലഘട്ടത്തിലെ മുറജപത്തിനായിട്ട് ഈ ബ്രാഹ്മണൻ പോവുകയും തിരിച്ച് മുറജപമെല്ലാം കഴിഞ്ഞു വന്നപ്പോൾ ഗർഭിണിയായ തന്റെ ഭാര്യയെ കണ്ട് അതിശയപ്പെടുകയും കൂടെയുള്ളവർ ഉൾപ്പെടെയുള്ളവർ സന്തോഷിക്കുകയും ചെയ്തൊരു സാഹചര്യത്തില് 2-3 ദിനം കഴിഞ്ഞപ്പോൾ ഈ ഭാര്യയിലുള്ള ഗർഭത്തില്
സംശയം തോന്നി ഈ ബ്രാഹ്മണൻ, ഇത് തന്റെ കുട്ടിയല്ല നിന്റെ ഉദരത്തിൽ വളരുന്നത് എന്നുള്ള ഒരു സംശയപരമായ ഒരു കാരണത്താല് ഈ സ്ത്രീയെ തൊഴിച്ചു കൊന്ന് ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്തുള്ള മഠത്തിലെ കുളത്തില് ഇടുകയും ആ കുളത്തിൽ ഈ ജഡം ഇട്ടതിനു ശേഷം ഈ ബ്രാഹ്മണൻ ഇന്ന് കാണുന്ന ആ മഠത്തിൽ തൂങ്ങി മരിക്കുകയും ചെയ്തതായിട്ടുള്ളത് ആ കഥയല്ല, അത് ഇവിടുത്തെ ചരിത്രരേഖകളിലും ആ വസ്തുക്കളും ആ കുളവും എല്ലാം ഇന്നും നിലനിൽക്കുന്നു. അങ്ങനെ നൂറ്റാണ്ടുകളായി ഈ കുടുംബത്തിലെ ആൾക്കാർക്ക് ദുരിതങ്ങളും ക്ലേശങ്ങളും ഉണ്ടായപ്പോഴാണ് പിന്നീട് ദേവപ്രശ്ന വിധി പ്രകാരം ക്ഷേത്ര പുനരുദ്ധാരണം നടക്കുന്നത്. അങ്ങനെ ഈ മാതാവ്, അതായത് ഇപ്പൊ ഈ കണ്ടത്തിൽ മാതാവ് എന്ന് പറയുന്നത് ഗർഭിണിയായിരിക്കുമ്പോൾ മരിച്ചത് കൊണ്ട് മാതൃസ്ഥാനം കൊടുത്ത് കണ്ടത്തിൽ അമ്മയായും, ഭർത്താവ് ബ്രാഹ്മണരായോണ്ട് ബ്രഹ്മരക്ഷസായി ക്ഷേത്രത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തും ഇരുത്തിയിരിക്കുകയാണ്. പണ്ട് ഭദ്രകാളി സങ്കല്പത്തിലെ കോപിഷ്ഠയായിട്ട് ഭർത്താവിനോട് ദേഷ്യം കൊണ്ട് അമ്മയും മകളുമായി വടക്കോട്ട് ദർശനമായിട്ട് ഇരുന്നിരുന്നുവെങ്കിൽ 2013 ദേവപ്രശ്ന വിധിപ്രകാരം കണ്ടത്തിലമ്മയെ പശ്ചിമാഭിമുഖമായി ഇരുത്തിയതിനു ശേഷമാണ് നമ്മുടെ ക്ഷേത്രത്തിന് വളരെയധികം ശ്രേഷ്ഠകരമായ ഈ കാണുന്ന രീതിയിൽ പുരോഗതി ഉണ്ടായത്. അതായത് ഈ നൂറ്റാണ്ടുകൾക്ക് ശേഷം തന്റെ ഭർത്താവിൽ ആ ഒരു കോപം ആ ദേവപ്രശ്ന വിധിപ്രകാരം ഈ ഭദ്രകാളി സങ്കല്പത്തിലുള്ള ആ കണ്ടത്തിൽ മാതാവിന് മാറുകയും പശ്ചിമാഭിമുഖമായി എന്നെ കുടിയിരുത്തണമെന്ന് താന്ത്രിക വിധിപ്രകാരം അറിയിക്കുകയും ചെയ്തു. അന്നേരം ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ തന്ത്രിയായിരുന്ന ദേവൻ, ഇപ്പോഴത്തെ ഹരിപ്പാട് ക്ഷേത്രത്തിലെ തന്നെ പ്രധാന തന്ത്രി വലിയ തിരുമേനി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്, തിരുമേനി അതിനെ എതിർക്കുകയും വീണ്ടും ഒരു ദേവപ്രശ്നം നടത്തണം എന്ന് പറയുകയും ചെയ്തു. അപ്പൊ അങ്ങനെ നമ്മുടെ കൃഷ്ണൻ തിരുമേനിയുടെയും ഇപ്പോഴത്തെ തന്ത്രിയായ ദേവൻ സനൽനാരായണൻ നമ്പൂതിരിയുടെയും അന്നത്തെ ക്ഷേത്ര മേൽശാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ വീണ്ടും ഈ കണ്ടത്തിൽ മാതാവിനെ പശ്ചിമ അഭിമുഖമായി കുടിയിരുത്തുന്നതിന് വീണ്ടും ഒരു ദേവപ്രശ്നം നടത്തുകയും ആ ദേവപ്രശ്നത്തില് പൊന്നു തമ്പുരാട്ടിക്ക് നേരെ തന്നെ എനിക്ക് എന്റെ ഭർത്താവിനെ കാണത്തക്ക രീതിയിൽ പശ്ചിമമായി പ്രതിഷ്ഠിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ 2013 2 ദിവസത്തെ പൂജകൾക്ക് ശേഷം, അതായത് പൊന്നു തമ്പുരാട്ടിയെ പശ്ചിമാഭിമുഖമായി കണ്ടത്തിൽ മാതാവിനെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അന്ന് മുതൽ ക്ഷേത്രത്തിൻ്റെതായ വികസനങ്ങൾ വെച്ചടി ഉണ്ടായതായി ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. അങ്ങനെ ഗർഭിണിയായി ഇരുന്നപ്പോഴാണ് ഈ മാതാവിനെ ഈ ബ്രഹ്മരക്ഷസായിട്ടുള്ള ക്ഷേത്രത്തിലെ ഈ ബ്രാഹ്മണൻ തൊഴിച്ചു വന്നതെങ്കിൽ ഇന്ന് കുട്ടികളില്ലാത്തവർക്ക് എല്ലാവർക്കും നേരും, ചെറുപയർ നേരും. മുണ്ടേലി പൊന്നു തമ്പുരാട്ടി വിശേഷ വേളകളിൽ എഴുന്നള്ളത് കണ്ടത്തിലമ്മയുടെ മൂലസ്ഥാനത്തേക്കാണ്. ഈ മൂലസ്ഥാനത്ത് പൊന്നു തമ്പുരാട്ടി എത്തുമ്പോൾ ഈ കണ്ടത്തിൽ മാതാവും മുണ്ടേലി ഭഗവതിയും പൂർണ്ണ സന്തോഷവതികളായിരിക്കുന്ന സമയം, ആ സമയത്ത് കുട്ടികളില്ലാത്തവരൊക്കെ തന്നെ വന്ന് നിറപറ സമർപ്പിക്കും. ചെറുപയറും പച്ചരിയും ഒക്കെ കൊണ്ട് നിറപറ സമർപ്പിക്കും. അങ്ങനെ 10, 45, 50 വയസ്സുള്ള പലർക്കും കുട്ടികളില്ലാതിരുന്നവർക്കെല്ലാം തന്നെ, അതായത് കുട്ടികൾ ഉണ്ടായ ഒരുപാട് ചരിത്രങ്ങൾ നമ്മുടെ ഈ നാട്ടിലുണ്ട്. ഇന്ന് ദേവി പറക്കിറങ്ങുന്ന ആ ഒരു ദിവസം ഒരു ദിവസത്തെ പറ തന്നെ കണ്ടത്തിലമ്മയുടെ ക്ഷേത്രത്തിലാണ് പൊന്നു തമ്പുരാട്ടി ചെല്ലുമ്പോൾ ഉണ്ടാകുന്നത്. കാരണം 10 ദിവസത്തെ പറയാണെങ്കിൽ 11 ദിവസത്തെ പറയ്ക്കുള്ള സാഹചര്യങ്ങളാണ് ഇന്ന് നിൽക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ പറ പൊന്നു തമ്പുരാട്ടിക്ക് ഈ കുട്ടികളില്ലാത്ത ഇടുക്കി ജില്ലകളിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് 50ഓളം പേരാണ് വന്ന് പറയിട്ടത്. അവർക്കൊക്കെ തന്നെ അവരുടെ ആ ആഗ്രഹ സാഫല്യം കഴിഞ്ഞിരിക്കുന്നു. അടുത്ത വർഷം പൊന്നു തമ്പുരാട്ടി ഈ മീനമാസത്തിലേക്ക് പറക്കിറങ്ങുമ്പോൾ, അതായത് നമുക്കറിയാം ഒരു വലിയ മഹാക്ഷേത്രത്തിലെ പോലും ഇല്ലാത്ത രീതിയിൽ പറയിടുന്നതിനുള്ള ഒരു ജനക്കൂട്ടമാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിക്കൊണ്ട്. അതൊക്കെ ദേവിയുടെ അത്ഭുത സൃഷ്ടികൾ തന്നെയാണ്. കാരണം പ്രായഭേദമന്യേ ഭക്തരുടെ കണ്ണീര് കണ്ട് അവരെ സന്താന സൗഭാഗ്യത്തിനായി, അതായത് ഉതകുമാറ് അവരെ സർവ്വ അനുഗ്രഹങ്ങളും കൊടുത്ത് ദേവി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങളുടെയൊക്കെ അനുഭവത്തിലുണ്ടാകും. ഇവിടെ ആദ്യമായിട്ട് പറക്കിടുന്നുള്ളത് 1997 1997 മീനമാസം 1, 2, 3 തീയതികളില് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുണ്ടേലി ശ്രീ ഭഗവതിക്ക് പറക്കിടുന്നുള്ള അനുവാദം തരികയും അങ്ങനെ ദേവിയെ പറക്കിടുന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ നാട്ടുകാരും അന്നത്തെ ഇവിടുത്തെ അഡ്വൈസറി കമ്മിറ്റിയും ചേർന്ന് ആദ്യമായിട്ട് എഴുന്നള്ളിക്കുമ്പോൾ നോട്ടീസ് അടിക്കണം, പറകൾ ക്യാൻവാസ് ചെയ്യണം. അങ്ങനെ ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ പടിഞ്ഞാറക്കരയുടെ ദേവി ആദ്യമായിട്ട് ഏത് കരയിലേക്ക് പറക്കിടുന്നുള്ള എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം പടിഞ്ഞാറക്കരയിലേക്ക്, എൻ്റെ മക്കള് കൂടുതൽ അവിടെയാണ് എന്നുള്ളത് കൊണ്ട് ദേവിയുടെ പേരുള്ള സ്ഥലങ്ങളും എല്ലാം പടിഞ്ഞാറക്കരയിലാണ്. ഞാൻ പറഞ്ഞ കോയിക്കലെത്തുന്നപ്പോൾ മുണ്ടേലിക്കാട്,
കൊച്ചുമുണ്ടേരിക്കാട് ഈ ദേശങ്ങളെല്ലാം മുണ്ടപ്പള്ളി ഇതൊക്കെ തന്നെ ആ പ്രദേശത്താണ്. അപ്പൊ അതുകൊണ്ട് ആദ്യമായി പറക്കി എഴുന്നള്ളും മംഗലത്തെ മഠത്തിൽ നിന്നും കൈനീട്ടപ്പറയും സ്വീകരിച്ചുകൊണ്ട് ദേവി പടിഞ്ഞാട്ട് എഴുന്നള്ളുന്നതിന് മുമ്പായിട്ട് പറ ക്യാൻവാസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഇവിടുത്തെ ഭരണകർത്താക്കളൊക്കെ ചെന്ന് ഓരോ വീടുകളിൽ ചെന്ന് മുണ്ടേലിൽ ആദ്യമായിട്ട് പറ ഇറങ്ങുകയാണ്. അതുകൊണ്ട് നമുക്ക് ദേവിക്ക് ഒരു പറ തരണം. അങ്ങനെ എല്ലാ വീടുകളിലും ഇങ്ങനെ പറ ക്യാൻവാസ് ചെയ്തു. അങ്ങനെ ആദ്യമായി പറയ്ക്ക് പൊന്നുതമ്പുരാട്ടി ഇറങ്ങുന്ന ഒരു സാഹചര്യം. അങ്ങനെ മംഗലത്ത് മഠത്തിലെ കൈനീട്ടപ്പറയും സ്വീകരിച്ച് ദേവി പടിഞ്ഞാറക്കരയിലേക്ക് കിഴക്കൂന്ന് പടിഞ്ഞാറക്കരയിലൂടെ പോകുന്ന ഒരു സാഹചര്യത്തില് പറ ചോദിക്കാൻ ചെന്ന ഞങ്ങളോട് പാടം മുണ്ടേലി ഭാഗത്ത് കിടക്കുമല്ലേ, വിളയിപ്പിച്ച് വേണം എടുത്തോട്ട് എന്ന് നിരീശ്വരവാദിയായ ഒരു ഭൂസ്വത്തുകാരൻ പറയുകയും ദേവി ആദ്യമായി പറക്കിറക്കുന്ന ദിവസം ഇദ്ദേഹത്തിന്റെ കാറില് ഇദ്ദേഹം കിഴക്കോട്ട് ഹരിപ്പാടിന് പോകുന്ന വഴി ദേവി പോകുന്ന സമയത്ത് ഈ കാറ് ഞങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ഇടിച്ചു മറിയുന്ന ഒരു സാഹചര്യം ദേവി ആദ്യമായി പറക്കിറങ്ങുന്ന ഒരു സമയത്ത് മുണ്ടോലി ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്ത് തന്നെ വെച്ച് ഒരു ബൈക്കുകാരനെ ഇടിച്ച് തൊട്ട് സൈഡിലേക്ക് ചരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ പറഞ്ഞ ആളുടെ വീട്ടിൽ അന്ന് ഒരു 11 മണിയാവും ഉച്ചയ്ക്ക് പറ ചെല്ലുമ്പോൾ. പെട്ടെന്ന് തന്നെ ഈ പറ എഴുന്നള്ളത്ത് ചെന്ന് ഒരു 11-11 പറ തരത്തില്ല, വേണമെങ്കിൽ വിളയിപ്പിച്ചെടുത്തോ എന്ന് പറയുന്ന ആളുടെ വീട്ടില് അൻപലിപ്പറ ഉൾപ്പെടെയുള്ള പറയും തന്നപ്പോൾ വേണമെന്ന രീതിയിലുള്ള പറ എഴുന്നള്ളത്തുമായിട്ട് ചെന്നവർക്കുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ തന്ന് പറയുടെ എഴുന്നള്ളത്ത് ആരംഭം തന്നെ കുറിച്ച ഒരു അത്ഭുതകരമായ കഥ ഇന്നും, അന്ന് എനിക്ക് 18 വയസ്സാണ്, ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. എൻ്റെ പേര് വിഷ്ണു. ശ്രീ ഭഗവതിയുടെ 3 കരകളാണ് ഇവിടെയുള്ളത്. അതില് പടിഞ്ഞാറേക്കര, തെക്ക് കിഴക്ക് കര, വടക്കേക്കര. അതില് തെക്ക് കിഴക്ക് കരയുടെ ഇപ്പോഴത്തെ ഈ വർഷത്തെ കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയാണ് ഞാൻ. കഴിഞ്ഞ ഒരു 6 വർഷക്കാലമായി ശ്രീ ഭഗവതിയുടെ ഉപദേശ സമിതിയുടെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടും ഞാൻ പ്രവർത്തിച്ചു വരുന്നു. ഒരു 11 വർഷമായിട്ട് ക്ഷേത്രവുമായിട്ട് വളരെ അടുത്ത് പ്രവർത്തിക്കാനും ശ്രീ ഭഗവതിയുടെ എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിക്കുവാനും എനിക്കൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ശ്രീ ഭഗവതി എന്ന് പറയുന്നത് ഈ നാടിന്റെ ഒരു ഐശ്വര്യ ദേവതയാണ്. അതായത് എൻ്റെ അപ്പൂപ്പനൊക്കെ, അതായത് എൻ്റെ അപ്പൂപ്പനൊക്കെ പറയുന്നത് കേൾക്കാം, നമ്മുടെ എന്ത് വസ്തുക്കളും, ഒരു വിലപിടിപ്പുള്ള എന്ത് വസ്തുക്കളും ഒന്ന് കളഞ്ഞു പോവുകയാണെങ്കിൽ ശ്രീ ഭഗവതിക്ക് ഒരു വെളിച്ചെണ്ണ നേരുകയാണെങ്കിൽ, അല്ലെ ശ്രീ ഭഗവതിക്ക് ഒരു വഴിപാട് നേരുകയാണെങ്കിൽ അത് കളഞ്ഞു പോകുന്ന സാധനങ്ങൾ തിരികെ കിട്ടുന്ന ഒരനുഭവം ഉള്ളതായിട്ട് എൻ്റെ അപ്പൂപ്പനും ഇവിടെയുള്ള ഈ അമ്പലത്തിന് ചുറ്റുപാടുമുള്ളവരും ഒത്തിരി പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കും അങ്ങനെ അനുഭവമുണ്ട്. എൻ്റെ അമ്മയുടെ ഒരു കമ്മല് ഞങ്ങളുടെ വീടിന്റെ മുകൾ വശത്ത് വെച്ച് അമ്മ തല തൂത്തുന്ന ഇതിക്ക് അമ്മയുടെ കമ്മല് വീടിന്റെ മുകളിലൂടെ താഴത്തെ ഷീറ്റിന്റെ മേളിലേക്ക് വീഴുകയും അത് നഷ്ടമാവുകയും ചെയ്തു. എന്നാൽ പിന്നീട് അമ്മ അത് നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല. എന്നാൽ മുണ്ടോലി ശ്രീ ഭഗവതിക്ക് വെളിച്ചെണ്ണ നേരുകയും ഉച്ച കഴിഞ്ഞ് അമ്മ വീടിന്റെ മേളില് മുളക് ഉണക്കാൻ വേണ്ടി മേളിൽ കയറിയതാണ്. അപ്പൊ അതിന്റെ മേളിലേക്ക് കയറി നോക്കിയപ്പം എന്തോ ഒരു വസ്തു തിളങ്ങുന്നതായിട്ട് അമ്മയ്ക്ക് കണ്ടു. അങ്ങനെ ആ അമ്മയുടെ കമ്മല് തിരികെ കിട്ടി. അത് തന്നെയല്ല, ഈ അമ്പലത്തിന്റെ തൊട്ടടുത്ത് ഈ കഴിഞ്ഞ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ മകരവിളക്കിന്റെ അന്ന് കെട്ടുമുറുക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചേട്ടനും ചേച്ചിയും അതിന്റെ കുഞ്ഞുമായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വന്ന സാഹചര്യത്തിൽ ആ കുഞ്ഞിന്റെ പാദസ്വരം കെട്ടുമുറുക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 5:30-6 മണിയായപ്പോ ക്ഷേത്രത്തിൽ വന്നതാണ്. ഈ റോഡിന്റെ ഈ ജംഗ്ഷനിൽ വെച്ചാണ് ആ കുഞ്ഞിന്റെ പാദസരം നഷ്ടപ്പെട്ടത്. എന്നാൽ കെട്ടുമുറുക്ക് കഴിഞ്ഞ് ആ കുഞ്ഞ് തിരികെ വീട്ടിലെത്തിക്കഴിഞ്ഞ ശേഷമാണ് ആ കുഞ്ഞിന്റെ പാദസരം നഷ്ടപ്പെട്ട വിവരം അതിന്റെ അമ്മ അറിയുന്നത്. അങ്ങനെ ഉടനെ സെക്രട്ടറി ശിവകുമാർ സാറിനെ വിളിക്കുകയും ഞങ്ങൾ ഇവിടെ എല്ലാം അന്വേഷിക്കുകയും ചെയ്തു. എന്നാൽ അവര് തിരികെ ക്ഷേത്രത്തിൽ വന്ന് ശ്രീ ഭഗവതിക്ക് വെളിച്ചെണ്ണ നേരുകയും നേർന്നു കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ എല്ലാം അന്വേഷിക്കുകയും ഇവിടുന്ന് ഞങ്ങൾ നേരെ ചെന്ന് റോഡിലോട്ട് ചെല്ലുമ്പോൾ ആ റോഡിന്റെ മധ്യഭാഗത്ത് ആ 1.5 പവൻ തൂക്കം വരുന്ന ആ പാദസരം ആ റോഡിന്റെ മധ്യഭാഗത്ത് കിടക്കുകയും ചെയ്തു. അതായത് ഒരു 3-4 മണിക്കൂർ സമയം ആ പാദസരം ആ റോഡിന്റെ നടുവ് കിടന്നിട്ട് പോലും അത് ആർക്കും എടുക്കാനോ അല്ലെങ്കിൽ വേറൊരാൾക്ക് ആ നഷ്ടപ്പെട്ട ആ പാദസരം വേറെ ആർക്കും എടുക്കാനോ ഒന്നും സാധിച്ചില്ല. ആ ഉടമയ്ക്ക് തന്നെ അത് തിരികെ കിട്ടി. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ഈ അമ്പലത്തിന്റെ ചുറ്റുമുണ്ട്. ശ്രീ ഭഗവതി അത്ര ഐശ്വര്യപ്രദമായിട്ട് ഇവിടെ പരിലസിക്കുകയാണ്. മുണ്ടോലിൽ ഭഗവതിയുടെ അത്ഭുത പ്രവർത്തികളെക്കുറിച്ചും അവിടുത്തെ ഐതിഹ്യത്തെക്കുറിച്ചുമൊക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കണ്ടെത്താം. നന്ദി, നമസ്കാരം.